ചേട്ടാ നിങ്ങൾ എന്ത് പണിയായി കാണിക്കുന്നത്? ആദ്യമുള്ള ബാക്കി പേയ്മെൻറ്റ് ഇങ്ങോട്ട് അയക്കാം, എന്നിട്ട് ഞാൻ ഫോട്ടോസ് അയച്ചുതരാം. നിങ്ങൾ എത്രാം തവണ കാണിക്കുന്നത്? നമ്മളിത് കുറേ കണ്ടാട്ടോ. ശരി, നിങ്ങൾ അയക്കി. മര്യാദയില്ലാത്തൊരു കാര്യങ്ങൾ എഴുതിക്കും. അവി, നമ്മൾ ഇന്നലെ മോളിൽ പോയില്ലേ? അപ്പൊ ആ സെക്യൂരിറ്റിയുടെ കയ്യിൽ കൊടുത്ത കവറ് ഞാൻ ആക്ച്വലി വാങ്ങിക്കാൻ മറന്നുപോയി. അയ്യോ, അത് മറന്നാ? നീ എന്ത് പരിപാടി കാണിച്ചേ? ഞാൻ വിചാരിച്ചു നീ വാങ്ങിയിട്ടുണ്ടാവുന്നു. ഞാൻ എന്തിനാ മേടിക്കുന്നത്? അതവിടെ കൊടുത്തത് നീയല്ലേ? അപ്പൊ അത് മേടിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കല്ലേ? നിനക്കെന്നെ ഓർമ്മിപ്പിക്കായിരുന്നല്ലേ? ഇപ്പൊ അത് ഞാൻ ഓർപ്പിക്കാതായ കുറ്റം അല്ല. ഇതാരുടെയും കുറ്റല്ല, നമ്മൾ രണ്ടുപേരും മറന്നുപോയി. ടോക്കൺ ഉണ്ടല്ലോ, പോയി വാങ്ങിക്കാം. ശരി, ഇപ്പൊ എനിക്ക് മേടിച്ചൊരു സാധനം മറന്നു വെച്ചപ്പോ രണ്ടുപേരുടെ ഭാഗത്തായി കുറ്റം. ഇപ്പൊ നിനക്ക് മേടിച്ച വല്ല സാധനം മറന്നു വെച്ചെങ്കിലോ? നീ എന്നെ കൊന്നാനേ. ഇപ്പൊ നീ എന്തെങ്കിലും പറയണ? നിന്നെ എപ്പോഴെങ്കിലും ഞാൻ കുറ്റപ്പെടുത്തിണ്ടോ? പറഞ്ഞിട്ടില്ലേ? നിന്റെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് ഞാൻ മേടിക്കാതെ ഒന്ന് ദിവസം നീ എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ലേ? അത് കുറ്റപ്പെടുത്തിയതല്ല, കഷ്ടായി പോയിന്ന് പറഞ്ഞല്ലേ? ആയിരിക്കാം, പക്ഷെ അന്നൊക്കെ ഞാൻ അതിന് സോറി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിന്റെ ഭാഗത്തൊരു തെറ്റുണ്ടായ സമയത്ത് ഞാൻ ഓർപ്പിക്കാത്ത കുഴപ്പം. സോറി ഇല്ല, ഒന്നുമില്ല. അവയ്ക്കിപ്പോ ഇതൊരു പ്രശ്നമാക്കണോ? പ്രശ്നമൊന്നും ആക്കണ്ട, പക്ഷെ നിന്റെ തെറ്റാണ് ഇതെന്ന് നീ ആക്സെപ്റ്റ് ചെയ്താൽ മതി. എടാ, ലൈഫിൽ ഒരിക്കലെങ്കിലും നീ ഒരു സോറി പറയണമെന്നുള്ള കൊതി കൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇക്കാര്യത്തിൽ സോറി പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എന്തായാലും എനിക്ക് തോന്നണില്ല. അതിന് എപ്പോഴാണ് നീ സോറി പറഞ്ഞിട്ടുള്ളത്? എപ്പോഴും എന്തുണ്ടായാലും സോറി പറയുന്നത് ഞാൻ മാത്രമാണ്. അങ്ങനെ ആവശ്യത്തിന് ആവശ്യമില്ലാത്തതിന് അവി സോറി പറഞ്ഞു അവയുടെ സോറിക്ക് ഒരു വിലയില്ലാതായത്. അപ്പൊ എന്റെ സോറിക്ക് ഒരു വാല്യൂ ഇല്ലല്ലേ? സ്റ്റോറിക്ക് വാല്യൂ ഇല്ലേ? എന്റെ സ്റ്റോറി കാണോ? സ്റ്റോറി അല്ല, സോറി. ഓ സോറി. അതെ, ഇവിടെ എന്താ പ്രശ്നം? എന്റെ ലക്കി ഇന്നലെ മോളിൽ വെച്ചൊരു പാക്കറ്റ് മറന്നു വെച്ചു. അതിന്റെ ടോക്കണും എന്റെ കയ്യിലുണ്ട്. അതങ്ങോട്ട് പോയി വാങ്ങിച്ചാൽ മതി. അതിന് അവി എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ലക്കി, ഇതൊന്നും അല്ല പ്രശ്നം. ഇവളാണ് അവിടെ മറന്നു വെച്ചത്. അപ്പൊ എടുക്കാനുള്ള ഉത്തരവാദിത്വം ഉള്ളതല്ലേ? എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ട് ഞാൻ അപ്പോഴൊക്കെ സോറി പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവളുടെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഒരു തെറ്റോ അല്ല, ഒരു സോറി ഇല്ല. ഇത് എവിടെ തന്നെ ആയോ? അത് അവി പറഞ്ഞ കറക്റ്റാ. നിനക്ക് എന്തൊരു സോറി പറഞ്ഞാല്? ഇപ്പൊ അങ്ങനെയായോ? ഞാൻ സോറി പറയില്ല. സോറി പറയാനുള്ള തെറ്റ് ഞാൻ ഇതിൽ ചെയ്തിട്ടില്ല. അല്ല, ഒരു മിനിറ്റ്. ഇവിടെ സോറി പറയാനുള്ള കാര്യമുണ്ടോ? മറവി ഒരു തെറ്റല്ലല്ലോ. തെറ്റ് പറ്റിട്ട് സോറി പറയാത്ത തെറ്റല്ലേ? അതിനിവിടെ തെറ്റെവിടെ? അപ്പൊ അവി പറഞ്ഞ മാത്രാണോ തെറ്റ്? ഇവിടെ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലേ? ഞാൻ പറഞ്ഞില്ലേ, മറവി ഒരു തെറ്റല്ല. അതങ്ങനെ സംഭവിക്കുകയാണ്. അത് നമ്മൾ ഉൾക്കൊള്ളാണ് വേണ്ടത്. മീനാക്ഷി അതിനിപ്പോ സോറി പറയേണ്ട കാര്യം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അതെ, അവൾ ഈ കാര്യത്തിനല്ല ഒരു കാര്യത്തിനും ഒരു മനുഷ്യരോട് സോറി പറയാറില്ല. അത് തെറ്റല്ലേ? അല്ല, ഇനിയിപ്പം ഒരിക്കലും മീനൊരു തെറ്റും പറ്റാത്തോണ്ടായിരിക്കോ മീൻ ഇതൊരാരോട് സോറി പറയാതിരുന്നത്? അല്ല, തെറ്റ് പറ്റാത്ത ഇനിയിപ്പോ ഒരു തെറ്റാണെന്ന് പറയൂ? നീ ഇത് മാറ്റി പറഞ്ഞൊരു ദിവസം വരൂട്ടോ, നീ ഓർത്ത് വെച്ചോ. എടാ പ്രാഗതറ, നിനക്കിപ്പോ എന്താണ് സോറി അല്ലേ വേണ്ടത്? ഞാൻ പറഞ്ഞത് ഒരു സോറി വേണേ എവളെക്കൊണ്ടും പറയിക്കാറ് സോറി. ഇത് സോൾവ് ആവണമെങ്കിൽ മീനു തന്നെ സോറി പറയണം. ഞാൻ സോറി പറയില്ല. അവി വേണമെങ്കിൽ ഇങ്ങോട്ടൊരു സോറി പറയും. ഞാനാണല്ലോ ഇപ്പത് ഓർമ്മിപ്പിച്ചത്. അപ്പോടെ വാദിയാണ് പ്രതി. നീ പറ സോറി. എടാ, ഞാൻ മേലെ ഇനി ആ വാക്ക് പറയില്ല. ഓക്കെ മീനു, പ്രത്യേകിച്ച് നിന്റെ അടുത്ത്. ഒന്ന് നിർത്തണ്ടോ? എന്താ പളം? നിനക്ക് സംസാരിക്കണേ അകത്ത് പോയിക്കണം. ഞങ്ങൾ ഇവിടെ തന്നെ സംസാരിക്കും. ഇതിന്റെ ഇടയക്കാരന്റെ കാര്യം നിനക്ക് വല്ലതും ഉണ്ടോ? ഇവനാണ് ആദ്യം സോറി പറഞ്ഞത്, നീ പറഞ്ഞ സോറി. വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ തീർക്കൂലേ? നിങ്ങൾ എന്തിനാ അവരുടെ കാര്യക്കാരെ വഷളാക്കുന്നത്? ഞങ്ങൾ വഷളാക്കിയിട്ടൊന്നുമില്ല, ഞങ്ങൾ തീർക്കാനാ നോക്കിയത്. അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. വേണ്ട സർക്കാസം വേണ്ട. ഇനി എന്റെ നേരെ ആയിക്കോടാ. നിങ്ങൾക്ക് വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർത്താ പോരെ? എന്തിനാ മീനും ഇങ്ങനെ വെറുതെ? സാമി ഈ കാര്യത്തിൽ ഇടപെടണ്ട. സോറി. അതെ, ആ കാറ്ററിംഗ് ബജറ്റിന്റെ ഫിഗേഴ്സ് കുറച്ചുകൂടി കറക്റ്റ് ചെയ്യണ്ടായിരുന്നു. ഞാൻ ചെയ്തോളാം. വേണമെന്നില്ല, ഞാൻ നോക്കിക്കോളാം. എടാ, എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഇതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുമില്ലല്ലോ, കറക്റ്റ് ആണല്ലോ. എടാ അതല്ല, അങ്ങോട്ട് നോക്ക്. ശരിയാണല്ലോ, രണ്ടുപേരും തമ്മിൽ എന്തോ ജഗടയാണല്ലോ. മീനാക്ഷി എന്തായാലും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. എൻ്റെ ലച്ചു തീരെ വിട്ടുകൊടുക്കാറില്ല. ഒന്ന് ഇടപെട്ടാലോ? എന്തിന്? എൻ്റെ ചേട്ടാ, അവർ പിണങ്ങിയിരുന്ന അതിൻ്റെ ഗുണം ചേട്ടനല്ലേ? എടാ അതല്ലടാ, പ്രശ്നം തീർക്കാനല്ല, പ്രശ്നം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ലക്കിയുടെ സപ്പോർട്ടില്ലാതെ മീനാക്ഷി ഇവിടെ ഒരു വർക്കും ചെയ്യാൻ പോകുന്നില്ല. അപ്പം അവസാനം ചേട്ടൻ്റെ സപ്പോർട്ട് മീനാക്ഷിക്ക് കൂടിയേ തീരൂ. അങ്ങനെ മീനാക്ഷി ചേട്ടൻ്റെ അടുത്തേക്ക് വരും. സമ്മതിച്ചെൻ്റെ ചേട്ടാ. സത്യം പറയാല, ഈ കാര്യത്തിൽ നിങ്ങളൊരു ജീനിയസ് ആട്ടോ. താങ്ക് യു. പിന്നെ ഞാനൊന്ന് ഇടപെട്ടിട്ട് വരാം.
ഹായ് ലക്കി. ഹായ് മനോജ്. ഇന്ന് എനിക്ക് പ്രസൻറ്റേഷൻ ഇല്ലേ? ആ ഉണ്ട്. പ്രിപ്പയർഡ് ആണോ? യെസ്. പക്ഷെ മുഖം കണ്ടിട്ട് അങ്ങനല്ലേ തോന്നുന്നത്. തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? രാവിലെ തന്നെ വെറുതെ ഓരോന്ന് വന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കണ്. ഇതല്ല എൻ്റെ പണിയിലാക്കി. എനിവേ ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ജോർജ് സാർ എന്നെ ഹെവി വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. ലക്കി ഇപ്പോൾ ഒരു സ്മാർട്ടായിട്ട് ഒരാൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തൻ്റെ കഴിവിൽ എനിക്ക് ഒരു എതിരഭിപ്രായമില്ല. താൻ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഏരിയ മുഴുവൻ തന്നെ ഏൽപ്പിക്കാമായിരുന്നു. ആ കോൺഫിഡൻസ് എനിക്കുണ്ട്. താങ്ക് യു. താൻ കൂടെ ഉണ്ടാവും. ആ ഉണ്ടാവും. ഈ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ പറയാം. ഓക്കെ. ലക്കി, യു ആർ സോ ലക്കി കേട്ടോ. ജിൻഡോ, എന്തോ ഐ നോട്ടോ. ഹെവി പ്രോജക്റ്റ് ആണല്ലോ കിട്ടിയേക്കണത്. പ്രോജക്റ്റ് ഒക്കെ ഹെവി ആയിരിക്കും, നല്ല കാര്യം. പക്ഷേ എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമുണ്ട്. എന്താ? റെസ്പെക്റ്റ്. മനോജേട്ടാ, നിങ്ങൾ ഇപ്പം എടുത്ത ഈ തീരുമാനം ഉണ്ടല്ലോ, നന്നായിട്ടുണ്ട്. ലക്കി, ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു. അപ്പോൾ പൊളിക്ക് രണ്ടുപേരും. എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. എന്തത്? ഇന്നത്തെ പ്രസൻറ്റേഷൻ ഞാനും മീനും കൂടി പ്രിപ്പയർ ചെയ്തതാ. പക്ഷെ ഇപ്പം അവളെന്നെ അടുപ്പിക്കണില്ല. എനിക്ക് ഇന്ന് ആ പ്രസൻറ്റേഷൻ ചെയ്യണം. നടക്കൂ? നടന്ന അടുത്ത വർക്ക് നമ്മൾ ഒരുമിച്ച് ചെയ്യും. നടന്നു. സീരിയസ്ലി? എന്നാ നമുക്കൊരു ചായ കുടിച്ചാലോ? യെസ്. ഓക്കെ, വാ. ചായ കുടിച്ചിട്ട് വരാം. എന്റെ ചേട്ടാ, അതൊരു വാച്ചാണ്. അവിടെയുള്ള ആൾ സൈൻ ചെയ്തോളൂ, അത് കൊടുത്തോ. എടാ, ബാക്കി എല്ലാവരോടെ കൊടുക്കുന്ന തനിക്ക് മാത്രം എന്താ പ്രശ്നം? ഒരു പണി, താനാ വാച്ച് കൊണ്ടേക്കോ, എനിക്കത് വേണ്ട. അവിനാഷ് അല്ലേ? ഹായ് അവിനാഷ്. ഹായ്. എങ്ങനെ പോണ്? ചുമ്മാ. എങ്ങോട്ടാണ്? ചുമ്മാ നടക്കാറിങ്ങിയതാ. ഈ വെയിലത്താ വല്ല സൺസ്ട്രോക്കും അടിക്കും. ഷൂട്ടൊന്നും ഇല്ലായിരുന്നോ? അല്ല, ഇന്ന് ഫ്രീ ആയിരുന്നു. അല്ല, നിങ്ങളെങ്ങോട്ടാ? ഞങ്ങൾ ചുമ്മാ ഫുഡ് അടിക്കാൻ. വല്ല റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്യണ്ടോ ഇവിടെ? ഈ ഏരിയയിൽ പെട്ടെന്നൊന്നും അങ്ങനെ ഓർമ്മ വരുന്നില്ല. എന്താടോ, എന്തു പറ്റി? താൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണല്ലോ. ഏയ്, നത്തിങ്. എന്നാ വാ കേറ്, വല്ലതും കഴിക്കാം. അയ്യോ, നിങ്ങൾ പോയിക്കോളൂ, ഇനി ഒരിക്കലാവട്ടെ. ഇനി ഒരിക്കലും നമുക്കറിയാം. കല്യാണത്തിന് വിളിച്ചിട്ട് വരായിരുന്ന ആളല്ലേ? അയ്യോ, അതല്ല, അത് ലാസ്റ്റ് മൊമെന്റിൽ ഒരു വർക്ക് വന്നതാ. അതെ, ഇന്ന് ലാസ്റ്റ് മൊമെന്റ് വർക്കൊന്നുമില്ലല്ലോ. വാ, നമ്മുടെ കൂടെ. അത് അതെ, ഫ്രീ ആന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി കൂടുതൽ എക്സ്ക്യൂസ് ഒന്നും കണ്ടുപിടിക്കണ്ട, വണ്ടി കയറി. നല്ല വിശപ്പുണ്ട്. ഓക്കെ. ഒരു സെക്കൻഡ്. ഹാ, അവി എന്താ സുഹാന? മീനാക്ഷി എന്ത് പറയുന്നു? ഞങ്ങളെ ഇതുവരെ പരിചയപ്പെടുത്തിയില്ലല്ലോ. പരിചയപ്പെടുത്താം. ഉറപ്പാണോ? ബെറ്റ് 500 രൂപ. ഓക്കെ. എന്താ സംഭവം? നീ കയറി പറയാം. എക്സ്ക്യൂസ് മീ, ഇവിടുത്തെ ആളാണോ? അയ്യേ, ഞാനയാളല്ല, വേറൊരാളാണ്. ഒരു ഹെൽപ്പ് ചെയ്യൂ. ഓ, ഈ സിനിമയുടെ ഒക്കെ തിരക്കഥ കിട്ടുന്ന സ്ഥലം. ഏയ്, എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന സെക്ഷനാണ് ആ സെക്ഷൻ. വാ, ആണോ? അങ്ങോട്ട്. ദാ, ഇവിടുന്ന് മുഴുവൻ തിരക്കഥകളാണ്. ആണോ? ആ, ദേ, ഇതൊക്കെ അത് തന്നെയാണ്. നിങ്ങളൊരു റൈറ്റർ ആണല്ലേ? അയ്യോ, എൻ്റെ അമ്മോ, അതെങ്ങനെ മനസ്സിലായി? കണ്ടറിയില്ലേ ലക്ഷണത്തൊരു റൈറ്ററാണ്. താങ്ക് യു സാർ. അങ്ങ് ആരാണ്? അശോക് കുമാർ, ഒരു വലിയ ബിസിനസ്സുകാരൻ. വലിയതല്ലേ? ആ, എനിക്ക് കണ്ടപ്പോഴേ തോന്നിയിരുന്നു, എന്നെ പറഞ്ഞ തെറ്റിപ്പോലെന്ന് കരുതി പറഞ്ഞില്ലാന്നേ ഉള്ളൂ. അല്ല, സാർ ഈ തിരക്കഥയൊക്കെ വായിക്കോ? പിന്നെ ഒരു തിരക്കഥയെങ്കിലും വായിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. ഉറക്കം വരാൻ തിരക്കഥ ബെസ്റ്റാണ്, ഞാനും വായിക്കും. തിരക്കഥ മോശമാണെങ്കിൽ ഒരു 3ാമത്തെ ചാപ്റ്ററിലൊക്കെ എനിക്ക് ഉറക്കം വരും. സാറിന് ഒരു സിനിമ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അല്പം സബ്ജക്റ്റ് നോക്കുക. ആണോ? അല്ല, അതിന് ഇതൊക്കെ ഓൾറെഡി എടുത്ത സിനിമകളല്ലേ? സീക്വലിന് പറ്റുന്ന സബ്ജക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോന്ന്? സൂപ്പർ സ്റ്റാറുകളുടെ ഡേറ്റ് കിട്ടാൻ എളുപ്പം, ബുദ്ധിപരമായി നീക്കം. അതല്ല, പുതിയതൊന്നും പോരാ. എഴുത്തുകാരൊക്കെ ഒന്നുകൂടെ ഉഷാറാകാനുണ്ട്. ആവണം, ആവാം. ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ചല്ലേ?
ഞാൻ നിങ്ങളുടെ കഥ കേട്ടില്ലല്ലോ. ആ അല്ല ഇനിയും കേൾക്കാമല്ലോ. പറയാൻ പറ്റുന്ന സബ്ജക്റ്റുകളും ഉണ്ടോ കയ്യിൽ? എൻ്റെ കഥകളൊക്കെ പറയാൻ പറ്റുന്നതാണ്. പറയട്ടെ? ഇവിടെ വെച്ചോ. ഞാൻ എവിടെ വെച്ചും പറയും, എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് പ്രശ്നമാണ്. ആണോ? എന്നാലേ ഞാൻ സ്ഥിരമായിട്ട് കഥ പറയാൻ പോകുന്ന ഒരു കഫേ ഉണ്ട്, അവിടെ പോയാലോ? ഈ കഫേയിലിരുന്ന് കഥ കേൾക്കുന്ന പരിപാടി സാർ അത്രക്കാരനല്ലേ? എന്നാ നമുക്ക് സാറിൻ്റെ ഓഫീസിൽ പോവാം. എൻ്റെ ഓഫീസിൽ ശരിയാവില്ല. ഏ ഞാൻ അവിടെ ചെന്നാൽ അപ്പം തിരക്കാവും, പിന്നെ താൻ പോസ്റ്റായി പോകും. അയ്യോ, കാത്തിരിപ്പ് വലിയ വേദനയാണ് സാർ. ആ നമുക്ക് വേദനിക്കണ്ട. സാറിന് സ്വന്തമായിട്ട് വീടൊക്കെ കാണുമല്ലേ? വീട് സെറ്റാവില്ല, വീടങ്ങ് ദൂരെയാ. ആ ഒരുപാട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കഥ കേൾക്കാനുള്ള ഒരു മൂടൊക്കെ പോകും. പക്ഷേ പിന്നെ ഇപ്പം എന്താ ചെയ്യാ? പേരെന്താ? DIG. DIGയുടെ വീട് ഇവിടെ അടുത്താണ്. ആ അയ്യാ അത് പറയാം, എൻ്റെ വീടിൻ്റെ അടുത്താണ്. എന്നാൽ നമുക്ക് എൻ്റെ വീട്ടിലോട്ട് പോയാലോ? അവിടെ വേറെ ആരും ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ സ്ഥിരമായിട്ടിരിക്കുന്ന ഒരുത്തനുണ്ട്, അവൻ പുറത്തു പോയിട്ടുണ്ടാവും ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ വേറെ ആരും ഇല്ലെങ്കിൽ കഥ കേട്ടേക്കാം. ആ ഷോ, ഒരു നേർച്ചയൊക്കെ നേരുന്ന പോലെ ഉണ്ട് സാർ. എന്താ കഥ കേൾക്കണ്ടേ? അല്ല നേർന്നു, കഥ കേൾക്കണം. സാറിനെ ഞാൻ കഥ കേൾപ്പിച്ചിരിക്കും. വാ സാർ, ഇതെൻ്റെ വാക്ക്.